ഡിയർ സ്റ്റുഡൻസ്, കൊറോണയും ലോക്ക്ഡൗണും കാരണം നമ്മൾ പുതിയൊരു അധ്യയന രീതിയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യയന രീതിയിൽ അധ്യാപകരായ ഞങ്ങളെയും കുട്ടികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? നമുക്കറിയാം, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസ് തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ മൊബൈൽ ഫോണിൻ്റെ വർക്കിംഗ് എന്താണെന്ന്? ആ മൊബൈൽ ഫോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററീസ്. ഈ ബാറ്ററിയിലെ റിയാക്ഷൻസ് എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു ഉത്തരമാണ് നമ്മുടെ സെക്കൻഡ് ഇയറിലെ 3rd ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ 3rd ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും, അതുപോലെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാൻ പറ്റും. ഇതിനെപ്പറ്റിയുള്ള പഠനമാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, it is a production of electrical energy from a spontaneous chemical reaction and use of electrical energy to carry out a non-spontaneous chemical reaction. എന്ന് പറഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് ആയി നടക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനെ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡാനിയൽ സെല്ല്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഡാനിയൽ സെല്ലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഡാനിയൽ സെല്ലിൽ നടക്കുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം, സിങ്ക് പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് Cu എന്ന റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു. അത് സ്പോണ്ടേനിയസ് ആയി നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ ആണ്. ഈ സ്പോണ്ടേനിയസ് ആയി നടക്കുന്ന റിഡോക്സ് റിയാക്ഷനിൽ നിന്നും നമുക്ക് എനർജി, ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. ഈ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഈ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടായിരിക്കാം. ഈ ഇലക്ട്രോ കെമിസ്ട്രിക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്? ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനിയും കൂടുതൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ കാസ്റ്റ്നർ കെൽനർ സെൽ നിങ്ങൾക്കറിയാം. അതിൽ NaOH പ്രിപ്പറേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോളിസിസ് ആണ്. അങ്ങനെ ഇലക്ട്രോളിസിസിൻ്റെയും ഇലക്ട്രോ കെമിക്കൽ സെൽസും ഉപയോഗിച്ചു കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ കണ്ടെത്തണം. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യണം ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗം ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ അവിടെ കെമിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഡാനിയൽ സെല്ല്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ റിഡോക്സ് റിയാക്ഷനിൽ ഡാനിയൽ സെല്ലിനെ പറ്റി വ്യക്തമായി പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡാനിയൽ സെല്ലിലെ അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഡാനിയൽ സെൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമുക്ക് 2 ഹാഫ് സെൽസ് വേണം. ഈ 2 ഹാഫ് സെൽസുകൾ തമ്മിൽ ഒന്നാമത്തെ ഹാഫ് സെല്ലിൽ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഹാഫ് സെല്ലിൽ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഈ 2 ഇലക്ട്രോഡുകൾ തമ്മിൽ ഒരു മെറ്റാലിക് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയുമായാൽ നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ അറേഞ്ച്മെൻ്റ് ആയി. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന്. ഇവിടെ ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡേഷനാണ് നമുക്കറിയാം. നമ്മൾ ഓർമ്മിക്കാൻ ആൻഡ് ഓക്സ് എന്ന് ഓർമ്മിച്ച് വെക്കാറുണ്ട്. ഇവിടെ സിങ്ക് undergoes oxidation, that is zinc gives Zn2++ 2 ഇലക്ട്രോൺസ് ആണ്. അതുപോലെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എപ്പോഴും റിഡക്ഷൻ ആണ്. വാട്ട് ഇസ് റിഡക്ഷൻ? Reduction as addition of electron. So Cu2 plus 2 electron gives Cu. നമുക്ക് റിയാക്ഷൻസ് അറിയാം. ഇവിടെ Zn2+ ആയി സൊല്യൂഷനിലേക്ക് വരുന്നു. ഇലക്ട്രോണുകളെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് Zn2+ ആയി സൊല്യൂഷനിലേക്ക് വരുന്നു. ഈ ഇലക്ട്രോണുകൾ മെറ്റാലിക് വയറിൽ കൂടെ ട്രാവൽ ചെയ്ത് ഈ സെക്കൻഡ് ഹാഫ് സെല്ലിലേക്ക് എത്തുന്നു. സെക്കൻഡ് ഹാഫ് സെല്ലിൽ Cu2+ ഇലക്ട്രോണുകളെ റിസീവ് ചെയ്ത് കോപ്പർ മെറ്റലായി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ സെൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സെല്ലിൻ്റെ വർക്കിംഗ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ സെല്ലിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവാനുള്ള ഒരു കാരണം നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു അറേഞ്ച്മെൻ്റ് അവിടെ വെച്ചിട്ടില്ല. എന്താണ് ആ അറേഞ്ച്മെൻറ്റ്?
അറേഞ്ച്മെൻ്റ് പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്നുള്ളത്. എന്താണ് ഒരു സോൾട്ട് ബ്രിഡ്ജ്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് യു ട്യൂബ് ആണ്. ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് യു ട്യൂബ്. യു എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് YOU അല്ല, ഇറ്റ് ഈസ് എ ഇൻവേർട്ടഡ് യു ട്യൂബ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് inert electrolyte in agar-agar medium. We can use KCl or KNO3. In inert electrolyte KCl ഓ KNO3 ഓ നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ അഗാർ മീഡിയത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് സെൽ വർക്കിംഗ് സ്റ്റോപ്പ് ആയത്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, റിയാക്ഷൻ ഓക്സിഡേഷൻ നടക്കുന്നു ഒന്നാമത്തെ ഹാഫ് സെല്ലിൽ. അപ്പോൾ ഇവിടെ Zn2+ കോൺസെൻട്രേഷൻ നന്നായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേസമയം സെക്കൻഡ് ഹാഫ് സെല്ലിൽ Cu2+ Cu ആയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് സൾഫേറ്റ് അയോണിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് സെല്ലിൽ Zn2+ കോൺസെൻട്രേഷൻ കൂടുന്നു. അതേസമയം സെക്കൻഡ് ഹാഫ് സെല്ലിൽ SO4 കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സെൽ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇങ്ങനെ സ്റ്റോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവേർട്ടഡ് യു ട്യൂബ് ആയിട്ടുള്ള നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കേണ്ടി വരുന്നത്. സോ എന്താണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഇറ്റ് ഹെൽപ്പ് to maintain electrical neutrality between the two half cell. ഈ രണ്ട് ഹാഫ് സെല്ലിന്റെ ഇടയ്ക്ക് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സോൾട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് കംപ്ലീറ്റ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനും നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു what is a salt bridge and what is its function. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ സെല്ലിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ നമ്മൾ പറഞ്ഞു, കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ എഴുതാം. Zn plus Cu2 plus aqueous gives Zn2 plus aqueous plus copper solid. അടുത്തതായി നമുക്ക് റെപ്രസെന്റേഷൻ ഓഫ് എ സെൽ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു സെല്ല് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു സെൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഓർഡറാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ എപ്പോഴും ആനോഡാണ് ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത്, രണ്ടാമത് കാഥോഡാണ് രണ്ടാമതായി റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഡാനിയസ് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ, ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. സിങ്ക് Zn2+ ആയി ഓക്സിഡേഷൻ ചെയ്യുന്നു. അതേസമയം കാഥോഡിൽ Cu2+ അയോണുകൾ കോപ്പറായി റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആനോഡിക് കമ്പാർട്ട്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആരാണോ റിയാക്ട് ചെയ്യുന്നത് അത് ആദ്യം എഴുതണം. ഇപ്പോൾ Zn സോളിഡ് സ്റ്റേറ്റിലാണ്. ഈ Zn2+ ആയി മാറുന്നു. Zn2+ ഇലക്ട്രോലൈറ്റിക്, അത് നമ്മൾ രണ്ടാമത് എഴുതുന്നു. ഇത് സോളിഡ് ആണ്, ഇത് അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. ഇനി അതിൻ്റെ കോൺസെൻട്രേഷൻ Zn2+ അക്വസ്, അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കാഥോഡിക് കമ്പാർട്ട്മെന്റ് നമ്മൾ എടുക്കുമ്പോൾ, സെക്കൻഡ് ഹാഫ് സെൽ എടുക്കുമ്പോൾ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് Cu2+ അയോണുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ Cu2+ അയോണിന് നമ്മൾ ആദ്യം എഴുതുന്നു. അത് അക്വസ് സ്റ്റേറ്റിലാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ സപ്പോസ് ഇറ്റ് ഈസ് 1 മോളാർ ആണ്. അത് കോപ്പറായി മാറുന്നു. Cu2+ കോപ്പറായിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മുടെ ഡാനിയസ് സെല്ലിൽ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിനെയും തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം സോൾട്ട് ബ്രിഡ്ജാണ്. ഈ സോൾട്ട് ബ്രിഡ്ജിനെ രണ്ട് വെർട്ടിക്കൽ ലൈൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെല്ല് റെപ്രസെൻറ്റ് ചെയ്ത് കണ്ടാൽ നമുക്കറിയാം സിങ്ക് 2+ ആയി ഓക്സിഡേഷൻ ചെയ്യുന്നു, Cu2+ കോപ്പറായി റിഡക്ഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആനോഡാണ്, ആനോഡിക് കമ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രോഡ്, അതിനുശേഷം ഇലക്ട്രോലൈറ്റ്, പിന്നെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡിക് കമ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രോലൈറ്റ്, അതിനുശേഷം കാഥോഡ് റെപ്രസെൻറ്റ് ചെയ്യണം. കൃത്യമായിട്ട് ഓർമ്മ വേണം. നമുക്ക് ചെയ്യാം. നമ്മളൊരു നെറ്റ് സെൽ റിയാക്ഷൻ ആസ് ഗിവൺ ആസ് Cu plus 2Ag plus gives Cu2+ plus 2Ag ആണ്. ഒരു സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ, നെറ്റ് സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. Cu plus 2Ag plus gives Cu2+ plus 2Ag. നിങ്ങളെല്ലാവരും ഇതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ ചെയ്ത് നോക്കൂ.
എങ്ങനെയാണ് സെൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുക? നമുക്കറിയണം ഇവിടെ നടക്കുന്ന സെൽ റിയാക്ഷൻസ്, ഹാഫ് സെൽ റിയാക്ഷൻസ് നമ്മൾ ആദ്യം എഴുതുന്നു. Cu gives Cu2++2 ഇലക്ട്രോൺ. ഓക്സിഡേഷൻ നടക്കുന്നത്, അപ്പോൾ അത് കൃത്യമായും ആനോഡ് നടക്കുന്ന റിയാക്ഷനാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ആനോഡ്. ഇനി 2Ag++2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag നടക്കുന്ന റിയാക്ഷൻ കാഥോഡിലാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പം നമ്മൾ തന്നിരിക്കുന്ന നെറ്റ് സെൽ റിയാക്ഷനെ നമ്മൾ ഹാഫ് സെൽ റിയാക്ഷനാക്കി മാറ്റി. ഇനി നമുക്കിതിൽ ആനോഡാണ് എപ്പോഴും ആദ്യം എഴുതുന്നത്. ആനോഡിൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് സോളിഡ് ഫേസ് ആണെങ്കിൽ കോപ്പർ 2+ ആയി മാറുന്നു. അപ്പം നമ്മൾ ആനോഡ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ Cu2+ എന്നെഴുതി. ഇത് അക്വസ് സ്റ്റേറ്റിലാണുള്ളത്. സോ അക്വസ്, അതിൻ്റെ കോൺസെൻട്രേഷൻ സപ്പോസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 1 മോളാർ ആൻഡ് സോൾട്ട് ബ്രിഡ്ജ് വരച്ചു. സെക്കൻഡിൽ 2Ag+ ആണ് Ag ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ Ag+ ആദ്യം എഴുതി. ഇതേപോലെ അക്വസ് എന്നെഴുതി. അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അത് സപ്പോസ് ഇറ്റ് ഈസ് 1 മോളാർ ആണെങ്കിൽ നമ്മൾ അത് ബ്രാക്കറ്റിൽ എഴുതി. അതിനുശേഷം സിൽവർ എഴുതിയിട്ടുണ്ട്, സോളിഡ് സ്റ്റേറ്റിലാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് അറിയാം, ആനോഡ് ആദ്യം എഴുതുന്നു, അതിനുശേഷം കാഥോഡ് എഴുതുന്നു. ഇനി നമുക്ക് ഇലക്ട്രോകെമിക്കൽ സെൽസുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് എന്താണെന്ന് കുറച്ച് ടേംസ് പഠിക്കണം. ഒന്നാമതായി ആനോഡ്. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പ്രാവശ്യം ആനോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് ആനോഡ്? നമുക്കറിയാം, ദ ആനോഡ് ഇസ് എ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് and it has a negative potential with respect to its solution. ആ സൊല്യൂഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Zn2+ ആയി സൊല്യൂഷനിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ സിങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡായി ആക്ട് ചെയ്യുന്നു. സോ ഡെഫിനിഷൻ ഇതാണ്: ആനോഡ് ഇസ് എ ഇലക്ട്രോഡ് at which oxidation takes place and it has a negative potential with respect to its solution. അതുപോലെ എന്താണ് കാഥോഡ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഡാനിയൽ സെല്ലിൽ കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഇവിടെ Cu2+ അയോൺസ് ഇവിടെ നിന്ന് കോപ്പറിൽ നിന്നും ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോപ്പർ ഇലക്ട്രോഡിന് പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം, the cathode is a electrode at which reduction takes place and it has a positive potential with respect to the solution. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഡെഫിനിഷൻ. അടുത്ത ടേം നമുക്ക് ഡിസ്കസ് ചെയ്യണം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാൽ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇപ്പോൾ നോക്കൂ, നമ്മൾ റൂമിൽ വരുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ അപ്പം തന്നെ ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെ ആ ബൾബിനും ആ സ്വിച്ചിനും ഇടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മൾ അതേ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാണ്. സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതിന് കാരണം ഈ ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും. അവിടെയും കോപ്പറിൻ്റെയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെയും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ഇടയ്ക്ക് സെറ്റപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ഇൻ്റർഫേസിൽ സെറ്റപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് നോക്കൂ, നമുക്ക് ഡാനിയൽ സെൽ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ സിങ്ക് ഇലക്ട്രോണുകളെ കൊടുക്കാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതേസമയം ഇവിടെ Cu2+ അയോണുകൾ ഇലക്ട്രോണുകളെ റിസീവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയാം. നമ്പർ 1 ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് നമ്പർ 2 റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഒരു ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ ചെയ്യാനാണ് ടെൻഡൻസി എങ്കിൽ നമ്മൾ പറയുന്നു ആ ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് ഉള്ളത് എന്ന്. അതേസമയം ഒരു ഇലക്ട്രോഡിന് റിഡക്ഷൻ ചെയ്യാനാണ് ടെൻഡൻസി ഉള്ളത് എങ്കിൽ നമ്മൾ പറയുന്നു ആ ഇലക്ട്രോഡിന് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഉള്ളത് എന്ന്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് രണ്ടാമത്തത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അടുത്ത ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഈ സ്റ്റാൻഡേർഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മെഷർ ചെയ്യുകയാണ് എങ്കിൽ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ടെമ്പറേച്ചർ 298 കെൽവിനിലാണ്. നമ്മൾ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ, അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറായ 298 കെൽവിൻ ആയിരിക്കണം. അവിടെ നമ്മൾ സപ്പോസ് ഗേഷ്യസ് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പ്രഷർ 1 ബാർ ആയിരിക്കണം. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് എപ്പോഴും 1 മോളാർ ആണ് എങ്കിൽ ഈ 3 കണ്ടീഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് IUPAC കൺവെൻഷൻ പ്രകാരം നമ്മൾ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യണം റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം Zn⁻Zn2+. എന്ന് കണ്ടാൽ അറിയണം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. Zn⁻Zn2+ കണ്ടാൽ നമുക്കറിയാം Zn2+ ആയി ഓക്സിഡേഷൻ ചെയ്യുന്നു എന്നുള്ളത്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് Zn⁻Zn2+. ഇനി സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു E0Zn2+Zn എന്ന്. E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്, അവിടെ ഓക്സിഡേഷൻ നടക്കുന്നു Zn2+Zn. എന്നാൽ നിങ്ങൾ ചെയ്യൂ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ECU⁻Cu2+ എന്ന്. അതുപോലെ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ E0Cu⁻Cu2+ എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം E0Zn2+Zn. അതുപോലെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം E0Cu2+Cu. അപ്പോൾ IUPAC കൺവെൻഷൻ പ്രകാരം നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ല ഉപയോഗിക്കുന്നത്, റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേമിലാണ് സാധാരണയായിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന കാര്യമൊന്ന് ഓർമ്മിക്കണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓക്സിഡേഷൻ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഹാസ് വാല്യൂ -0.76 വോൾട്ട്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്കിൻ്റെ വാല്യൂ -0.76 വോൾട്ടാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് എത്രയായിരിക്കും? അതിൻ്റെ ആൻസർ ഇത്രയാണ്, +0.76 വോൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഒരു ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും, പക്ഷേ സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. നല്ലോണം ശ്രദ്ധിക്കാം. ഇപ്പോൾ കോപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ +0.34 വോൾട്ട് ആണ്. ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ +0.34 വോൾട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? കിട്ടിയിട്ടുണ്ടായിരിക്കും ദ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ -0.34 വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് EMF ഓഫ് എ സെൽ, EMF ഓർ സെൽ പൊട്ടൻഷ്യൽ, ഈ സെൽ എന്താണ് ഡിസ്കസ് ചെയ്യണം. ഡാനിയൽ സെൽ എക്സാമ്പിൾ എടുത്തോളൂ. ഡാനിയൽ സെല്ലിൽ
zinc E naught Zn2 plus bar Zn is equal to minus 0.76 volt ആണ്. സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് 0.76 വോൾട്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പ്ലസ് 0.34 വോൾട്ട് ആണ്. നമുക്ക് വ്യക്തമായി മനസ്സിലായി രണ്ടാളുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ് ആയിരിക്കും. സോ ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ് ആണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മളത് ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. എന്താണ് ഈ റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സെല്ല് റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ കാഥോഡ് എപ്പോഴും റൈറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തത്, ഓർമ്മയുണ്ടായിരിക്കും. ആനോഡ് എപ്പോഴും ലെഫ്റ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഇ സെൽ എന്ന് പറഞ്ഞാൽ ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് ആണ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നു ഇ നോട്ട് സെൽ ഇസ് ഈക്വൽ ടു ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ് ആയിരിക്കും. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസമാണ് സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF ഓഫ് എ സെൽ എന്ന് പറയുന്നത്. എപ്പോഴും ഏതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴും ആനോഡിനേക്കാൾ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സെൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സെൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇറ്റ്സ് ഗിവൺ ദാറ്റ് ദ സ്റ്റാൻഡേർഡ് oxidation potential of lithium is plus 3.05 volt and standard oxidation potential of silver is minus 0.8 volt. Find E naught cell. So the standard oxidation potential is equal to plus 3.05 volt. Standard oxidation potential of silver is minus 0.8 volt. എങ്ങനെയാണ് നമ്മൾ E naught cell കാണാം? നമുക്ക് ഇക്വേഷൻ ഉണ്ട്. E naught cell is equal to E naught cathode minus E naught anode ആണ്. E naught cathode minus E naught anode ആണ്. ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേമിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ അതിനെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേമിലേക്ക് മാറ്റുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇ നോട്ട് Li പ്ലസ് ബാർ ലിഥിയം ഇസ് ഈക്വൽ ടു, ഇത് പ്ലസ് ആണ്, പ്ലസ് 3.05 വോൾട്ട് ആണ്. സോ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് 3.05 വോൾട്ട് ആയിട്ട് മാറും. അതുപോലെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിൽവർ ഇസ് ഇ നോട്ട് Ag പ്ലസ് ബാർ Ag ഇസ് ഈക്വൽ ടു പ്ലസ് 0.8 വോൾട്ട് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇ നോട്ട് സെൽ ഇസ് ഈക്വൽ ടു ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. നമുക്കറിയാം റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഹയർ ഉള്ളതാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഹയർ ഉള്ളത് സിൽവറിനാണ്. അതുകൊണ്ട് സിൽവർ ആക്ട് ആസ് കാഥോഡ്. അതുപോലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവുള്ളത് ലിഥിയത്തിനാണ്. അതുകൊണ്ട് ലിഥിയം ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇ നോട്ട് സെൽ ഇസ് ഈക്വൽ ടു പ്ലസ് 0.8 മൈനസ് 3.05 ആണ്. സോ ദി ആൻസർ ഇസ് പ്ലസ് 3.85 വോൾട്ട് ആണ്. സോ ഈ സെല്ലിൽ ഇങ്ങനെ സെല്ല് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ പ്ലസ് 3.85 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയുമാണ്. നമ്മൾ ആദ്യം എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പഠിച്ചു. അതിനുശേഷം ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്താണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായ ഡാനിയൽ സെൽ പഠിച്ചു. ഡാനിയൽ സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് കൃത്യമായി മനസ്സിലാക്കി. ഡാനിയൽ സെല്ലിൽ 2 ഹാഫ് സെൽസ് ഉണ്ട്. ഓരോ ഹാഫ് സെൽ, ഫസ്റ്റ് ഹാഫ് സെൽസിൽ സിങ്ക് സൾഫേറ്റിലും, സെക്കൻഡ് ഹാഫ് സെല്ലിൽ കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ സിങ്ക് ആനോഡായിട്ടും കോപ്പർ കാഥോഡായിട്ടും റിയാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. അതുപോലെ അതിൻ്റെ നെറ്റ് സെൽ റിയാക്ഷൻ
Zn plus CO2 plus gives Zn2 plus copper ആണെന്നും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ദ ടു ഹാഫ് സെൽസ്. രണ്ടാമത്തത് ഇറ്റ് ഹെൽപ്പ് ടു കംപ്ലീറ്റ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അങ്ങനെ സോൾട്ട് ബ്രിഡ്ജിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇലക്ട്രോ കെമിക്കൽ സെൽസുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ്. അതിലൊന്ന് ആനോഡ്, രണ്ടാമത്തത് കാഥോഡ്, മൂന്നാമത്തത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് രീതിയിലുണ്ട് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്, രണ്ടാമത്തത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അടുത്ത ടേം നമ്മൾ പഠിച്ചത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് എന്നാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് EMF ഓഫ് എ സെൽ. EMF അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കി. സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം അടുത്ത സെക്ഷനിൽ പറയാം. താങ്ക് യു.